നമസ്കാരം. നയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം കുംഭഭരണി ആഘോഷമാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിശേഷവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഈ ചെട്ടിക്കുളങ്ങര നാട്ടുകാരനായിട്ടുള്ളൊരു ചേട്ടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം, വിശേഷങ്ങളിലേക്ക് കടക്കാം. ചേട്ടാ നമസ്കാരം. പേര് എന്തായിരുന്നു? ഗോപാലകൃഷ്ണപിള്ള. ഇവിടെ ഞങ്ങള് കൈതതെക്ക് മൂന്നാമത്തെ കരക്കാരാണ്. ഈ ചുറ്റു ദേവീക്ഷേത്രത്തിൽ ഇവിടെ 13 കരകളാണ്. അതിൽ 6 കുതിരകളുണ്ട്, 5 തേരുണ്ട്, പിന്നെ ഹനുമാൻ ഭീമൻ. ഇങ്ങനെയാണ് ഇവിടുത്തെ 13 കെട്ടുകാഴ്ചകൾ വരുന്നത്. ഈ കെട്ടുകാഴ്ചകൾ എല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കുന്ന അമ്മയുടെ ഈ തിരുനാളാണ്. കുംഭഭരണി അമ്മയുടെ തിരുനാളാണ്. ആ ദിവസം 13 കരക്കാർ ചേർന്ന് മനോഹരമായി അണിയിച്ചൊരുക്കുന്ന ഈ കെട്ടുകാഴ്ചയാണ് ഇവിടെ സമർപ്പിക്കുന്നത്. അതിന് ഐതിഹ്യം, അമ്മ ഇവിടുത്തെ ചെട്ടിക്കുളങ്ങര അമ്പലത്തിൻ്റെ ഐതിഹ്യം നമുക്ക് ഒരുവിധം ലോകം മുഴുവൻ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടുന്ന് കുറച്ച് യോഗീശ്വരന്മാർ ഇവിടെ ഇരുന്ന് ചില നാടിൻ്റെ ചില ദോഷങ്ങളും അതും ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് കൊടുങ്ങല്ലൂർ പോയിട്ട് തപസ്സിരുന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങി അമ്മയുടെ ദർശനത്തിന് വന്നതാണ്. അങ്ങനെ വന്ന് അതിനെപ്പറ്റി പല ചരിത്രം, ഒരുപാട് കഥകൾ പറയാനുണ്ട്. അങ്ങനെ വന്ന് അവിടെ ഇവിടെ അപ്പോൾ ഈ അമ്മ ഇവിടെ വരുന്ന സമയത്ത് ഒരു പുതുശ്ശേരി എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് ഇവിടെ. അവിടെയാണ് അമ്മ വന്ന് ഇരുന്നത്. അവിടുത്തെ ഒരു വള്ളക്കാരനാണ്, ഇവിടെ ഒരു കരിപ്പുഴ തോടുണ്ട്, ഒരു വള്ളക്കാരനാണ് അമ്മ ഇവിടെ കൂട്ടുവന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയെ കാണാനില്ല. അപ്പം അങ്ങനെ വന്ന് ഇവിടെ ഇല്ലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഈ വീടിൻ്റെ ഓലം മേഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ അവിടെ കഞ്ഞി മുതിര ഒക്കെ വെച്ചിട്ട് കഞ്ഞി ഉണ്ടായിരുന്നു. അമ്മ അവിടെ ഇരുന്ന് കഞ്ഞി കുടിച്ചു. അങ്ങനെയാണ് ഒരു കഥ. അതെങ്ങനെയാണ് ഇവിടെ ഈ 7 ദിവസം ശിവരാത്രി ദിവസമാണ് ഇതിൻ്റെ എല്ലാം തുടക്കം, ഈ കെട്ടുകാഴ്ചകളുടെ തുടക്കം വരുന്നത്. അന്ന് മുതൽ എല്ലാ കുതിരച്ചവിട്ടിലും ഈ കെട്ടുകാഴ്ചയുടെ എല്ലാ നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ കഞ്ഞി നേർച്ച ഉണ്ടാവും, കഞ്ഞി വഴിപാടുണ്ട്. അത് ഇപ്പം 7 ദിവസം ഉണ്ടാവും. ഈ 7ാമത്തേത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുത്തിയോട്ടമുണ്ട്. കുത്തിയോട്ടമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നേർച്ച. അത് നടത്തണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവ് വരും. ഈ കുത്തിയോട്ടം എന്ന് പറഞ്ഞല്ലോ, അതിപ്പോ അനൗൺസ് ചെയ്തു. ഈ വർഷം 12 കുത്തിയോട്ടം ഉണ്ടായി. 17 ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ചില ഒരു മരണം നടന്നാൽ അത് നടത്താൻ പറ്റിയില്ല. അങ്ങനെ 16 കുത്തിയോട്ടം ഉണ്ടായിരുന്നു. അത് രാവിലെ എല്ലാവരും രാവിലെയാണ് ഇവിടെ സമർപ്പണം. 16 അത് സമർപ്പണം കഴിഞ്ഞു. അതിനുശേഷമാണ് അല്ലല്ല ഇന്നേ ദിവസം ഈ 16 രാവിലെ മുതൽ വരും. ഒരുമിച്ചൊന്നുമല്ല, 1 by 1. അത് കഴിഞ്ഞ് അവർക്ക് അതിൻ്റെതായിട്ട് അവർ നേർച്ച നമ്മൾ തുറക്കുമ്പോൾ അവർക്ക് നമ്പർ വരും. അതനുസരിച്ച് നമ്പർ പ്രകാരം അവർക്ക് വരും. അപ്പോൾ പല സ്ഥലത്തു നിന്ന് വരുന്ന ഇപ്പോൾ പല സ്ഥലങ്ങളിലും വന്ന് ഇവിടെ കുത്തിയോട്ടം നടത്തുന്നത്. അത് 7 ദിവസത്തെ പ്രധാനാനുഷ്ഠാനം കൊണ്ട് കൂടിയാണ് നടത്തുന്നത്. 2 കുട്ടികളുടെ ചൂരൽ മുറിയൽ എന്നൊരു ചടങ്ങുണ്ട്. അതാണ് ഇവിടെ സമർപ്പണം. രണ്ടുപേരെ വെച്ച് നടത്തുന്നവരുണ്ട്. ഇരട്ട കുത്തിയോട്ടം നടത്തും, ഒരാളോട്ടോ ഒറ്റ കുത്തിയോ, അങ്ങനെ കഴിവിനനുസരിച്ച് നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ അതിന് നല്ല ചിലവുണ്ട്. നല്ല രീതിയിൽ നടത്തണം. അത് വളരെ ഭക്ത്യാദരവോടെ നടത്തണം. പ്രധാനുഷ്ഠാനങ്ങൾ വളരെ അത് 7 ദിവസത്തെ പരിപാടിയാണ്. ശിവരാത്രിയുടെ അന്ന് തുടങ്ങിയിട്ട് ഇത് രേവതിയുടെ അന്ന് നിർത്തും. പിന്നെ അശ്വതിയുടെ അന്ന് റെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് ഭരണി നാളിൽ രാവിലെ മുതൽ സമർപ്പണം. എത്ര ബുദ്ധിയുണ്ടോ അതും ഫുൾ ഈ ഭരണി നാളിലാണ് സമർപ്പിക്കുന്നത്. പിന്നെ നല്ല വ്രതമാണ്, പൂർണ്ണ വ്രതം വേണം എല്ലാവർക്കും. അതിനകത്ത് ഒരുപാട് ആൾക്കാർ ചുവടി ചവിട്ടുന്നവരൊക്കെയുണ്ട്. പാട്ടുകാരായാലും ചുവടി ചവിട്ടുന്നവരെ എല്ലാം അവരെല്ലാവരും നല്ല വ്രതം, കഠിന വ്രതം എടുത്തേ പറ്റത്തുള്ളൂ. ആ രീതിയിലാണ് അത് നടത്തുന്നത്. എത്ര ദിവസം എടുക്കും വ്രതം? ഈ തുടങ്ങുന്ന ദിവസം മുതൽ ഈ തുടങ്ങുന്നതിന് മുന്നേ അവർക്ക് ആശാന്മാർക്കൊക്കെ ചില വ്രതങ്ങളൊക്കെ അനുഷ്ഠാനങ്ങളുണ്ട്. പിന്നെ ശിവരാത്രി മുതൽ അവർക്ക് പൂർണ്ണമായിട്ടും തീരുന്നവരെ വ്രതമെടുക്കും. അങ്ങനെയാണ് അതിൻ്റെ ചിട്ട. പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്നത് തേരെന്ന് പറഞ്ഞാൽ ഈ ചെറുത്
തേരുകൾ, വലുതെല്ലാം കുതിര. പിന്നെ ഹനുമാനുണ്ട്, ഭീമനുണ്ട്. ഇങ്ങനെയാണ് 13 കെട്ടുകാഴ്ചകൾ വരുന്നത്. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? കുതിരകളുടെ ഹൈറ്റ് കണ്ടില്ല, അതിന്റെ സെറ്റപ്പ് വരുന്നത് ഡിഫറെന്റ് ആണ്. പച്ചയും ചുവപ്പും അല്ലല്ല, അതിന്റെ തന്നെ അല്ല, അതിന്റെ നിർമ്മിതി തന്നെ പ്രത്യേകമാണ്. പ്രവണ വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനതില്ല. അങ്ങനെ പിന്നെ തേരിന്റെ ഹൈറ്റ് കുറവാണ്. രണ്ടിന്റെയും നിർമ്മിതി ഡിഫറെന്റ് ആണ്. അതിന് ഈ പ്രവണ എന്ന് പറഞ്ഞാൽ സെന്ററിൽ ഒരെണ്ണമുണ്ട്, അത് തേരിനതില്ല. തേര് ജസ്റ്റ് ഒരേ സ്ട്രക്ചർ പോലെയാണ്. പക്ഷെ ഇത് കുതിരയുടെ സ്ട്രക്ചർ ചില ഡിഫറൻസ് ഉണ്ട്. അതിനകത്ത് പാവകളിയുണ്ട്, പാവകളിയുണ്ട്, പിന്നെ ചിലതിൽ താമരയുടെ ഇതുണ്ട്. അപ്പം അതൊക്കെ ഓരോരോ ആൾക്കാരുടെ ഒരു ഇതാണ്. ഈ പാവയുടെ തന്നെ ഒരു തെക്കെന്ന് പറഞ്ഞ കരക്കാർക്ക് അവരുടേതാണ്. അതിനും അത് പണ്ട് മുതലേ ഉള്ളതാണ്. അങ്ങനെ ഈ പാവ വെച്ചിട്ട് ഈ പാവ അതെന്താ ഉദ്ദേശിക്കുന്നത്? ആ പാവേനെ വെക്കുന്നത് കൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു കല അവരത് കൊണ്ട്. പക്ഷെ അതിലെ നമുക്കൊരു വ്യത്യാസം, ചില കുട്ടികൾ ഡ്രസ്സൊക്കെ കൊടുക്കും, പാവാടയൊക്കെ കൊടുക്കും. അത് ചില രോഗങ്ങൾക്കൊക്കെ ശാന്തി, വഴിപാട് പോലെ. അപ്പൊ അത് പല രോഗങ്ങൾക്കും ശാന്തി കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയാണ് കൂടുതലും. അതാണ് ഭരണിയുടെ ഒരു വിശേഷങ്ങൾ ഷെയർ ചെയ്തു തന്നു. ഓക്കെ, ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, അത്രേ പറയാം. ഓക്കെ, എന്തായാലും ചേട്ടൻ ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ഷെയർ ചെയ്തു തന്നു. ഞങ്ങളുടെ ചാനലിൻ്റെ വക പ്രത്യേകം താങ്ക് യു. ചേട്ടന് ഇനി ഇതുപോലെയുള്ള ഉത്സവങ്ങളൊക്കെ വന്ന് വീണ്ടും നമ്മൾ കണ്ടുമുട്ടാൻ ഇടവരട്ടെ. ചേട്ടാ, ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് കുറേ തേര് കുതിരയൊക്കെ അവിടെ നിരത്തി നിർത്തിക്കുന്നു കണ്ടു. അപ്പോൾ അതിൻ്റെ ആചാരങ്ങളും ചിട്ടവട്ടങ്ങളും എന്തൊക്കെയാണെന്നൊന്ന് ഷെയർ ചെയ്യാമോ? ഞങ്ങൾ ചെക്ക്മാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 13 കരയാണുള്ളത്. അതിലെ പിതൃസ്ഥാനീയനായ കണ്ണമ്മൻതക്ക കരയുടെ കെട്ടുകാഴ്ചയാണ് ഞങ്ങളുടേത് തേരാണ്. അത് പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ശിവരാത്രിക്ക് വളരെ 3 ദിവസത്തേക്ക് മുമ്പ് തന്നെ വ്രതം അനുഷ്ഠിക്കും. ശിവരാത്രി ദിവസം ഞങ്ങൾ ഈ തേരിൻ്റെ ചട്ടക്കൂട്ടുകളും പിടിച്ച് ഇവിടുന്ന് കൺവെൻഷൻ തരുന്ന ആ സമയത്ത് തന്നെ ആ മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തം തന്നെ വളരെ ശുദ്ധിയോടും വൃത്തിയോടും ചിട്ടയോടും കൂടി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. അതോടൊപ്പം തന്നെ അന്ന് ഭഗവതി, ചെക്ക്മാറ ഭഗവതി കണ്ണാനത്തേക്ക് കരയാണ് എഴുന്നള്ളിക്കുന്നത്. കണ്ണാനത്തേക്ക് കര എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ കരയിൽ സ്വീകരിച്ച് കൈനീട്ടപ്പുറം എടുത്തതിന് ശേഷം ഞങ്ങളുടെ 4 കരയിൽ പോളകളൊക്കെ ഉണ്ട്. അതിൽ ഫസ്റ്റ് കരയായ കിഴക്ക് പള്ളിവേട്ട ആൽത്തറ, മഹാദേവൻ കുടികൊള്ളുന്ന പള്ളിവേട്ട ആൽത്തറ, അതായത് മഹാദേവന്റെ ആറാട്ട് കഴിഞ്ഞ് പള്ളിവേട്ടയ്ക്ക് വരുന്ന ആൽത്തറയുണ്ട് കിഴക്കുവശത്ത്. ആ പള്ളിവേട്ട ആൽത്തറയിലാണ് ആദ്യത്തെ പോളകൾക്ക് എഴുന്നള്ളിക്കുന്നത്. ആ പോളകൾക്ക് എഴുന്നള്ളിച്ചതിന് ശേഷം ക്ഷേത്രത്തിന്റെ 5ാമത്തെ കരയായ കണ്ണാവൻ ക്ഷേത്രത്തിന്റെ 5ാമത്തെ കരയായ തെക്കേവശത്തെ പോളക്ക് എഴുന്നള്ളിക്കും. അതിനുശേഷം പടിഞ്ഞാറക്കരയുടെ പോളക്ക് എഴുന്നള്ളിക്കും, ഭഗവതി ഉൾപ്പെട്ട്. ഭഗവതി അതിനുശേഷം വടക്കേക്കരയുടെ കണ്ണാവൻ ക്ഷേത്രത്തിൽ 9ാം കരയായ വടക്കേക്കരയുടെ പോളക്ക് എഴുന്നള്ളിക്കും. എഴുന്നള്ളിച്ചതിന് ശേഷം രാത്രി 12 മണിയോടുകൂടി ഈ 4 പോളവിളക്കും മഹാദേവനും ഭഗവതിയും കൂടെ ഒരു കൂടിയെഴുന്നള്ളത്തുണ്ട്. പിതൃപുത്രി സംഗമം എന്നാണ് അതിൻ്റെ പേര്. അത് ഞങ്ങളുടെ കരയ്ക്ക് ഓണത്തിനെക്കാട്ടിലും കുമ്പപ്പറിനേക്കാട്ടിലും ഏറ്റവും വലിയ വിശേഷപ്പെട്ട ഉത്സവമാണ് ഈ ശിവരാത്രി ഉത്സവം. അത് പിന്നെ ആഘോഷം വരാൻ കാര്യം ഭഗവതി മഹാദേവന്റെ മകളായിട്ടാണ് ചിത്രീകരിക്കപ്പെടുത്തുള്ളത്. അപ്പം ഭഗവതി അവിടെ എഴുന്നള്ളിക്കുന്നത്. അപ്പോൾ അച്ഛൻ മകളെ കാത്തിരിക്കുന്നതും ആയിട്ടും അച്ഛനെ കണ്ട് സന്തോഷമായിട്ട് പിതൃപുത്രി സംഗമം നടത്തിയതിനു ശേഷം അമ്മ ഭഗവാന്റെ അല്ലെ മഹാദേവന്റെ ഭക്തരെ കാണാൻ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരികയും ഞങ്ങൾ താലപ്പൊലിയും നിറപറയും നിളക്കും വെച്ച് ഭഗവതിയെ സ്വീകരിക്കുകയും മാർപ്പോളിയും വായ്പുരയുടെയൊക്കെ താളമേളങ്ങളോടി കരയിൽ വന്ന അമ്മ ഞങ്ങളുടെ 630 വീടുകളുണ്ട്. ഈ 630 വീട്ടിലും ജാതി മത ഭേദം എന്നെ ഏറ്റവും കൂടുതൽ കറവെടുക്കുന്ന ക്രിസ്ത്യാനികൾ അൻപലികളാണ് കൊടുക്കുന്നത്. ഭഗവതി ഞങ്ങൾ അങ്ങനെ സ്വീകരിച്ച് മൊത്തം ജനങ്ങൾക്ക് ഭക്ഷണവും ആഹാരവും കാപ്പിയും എല്ലാം കൊടുക്കും. ഇവിടുന്ന് വരുന്ന ഭഗവതിയെ അകമ്പടിയോട് സ്വീകരിക്കുന്ന ആൾക്കാരെ ഭഗവതി തുല്യരായി കണ്ടുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു കര ആപാലവസ്ഥ ജനങ്ങളും ഭംഗിയായിട്ട് തന്നെ ഭഗവതിയെ സ്വീകരിച്ച് വ്രതാനുസരിച്ചോടുകൂടിയാണ് ഞങ്ങൾ ശിവരാത്രി ആഘോഷിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ശിവരാത്രി കഴിഞ്ഞാൽ ഞങ്ങൾ 3 ദിവസങ്ങളിൽ പറയാണ്. അതിനുശേഷം ഞങ്ങൾ ഭഗവതി പിന്നെ പറയെടുത്ത് ഭഗവതി ഞങ്ങളോട് യാത്ര ചോദിച്ച് മഹാദേവനോട് യാത്ര ചോദിച്ചാൽ അത് പിന്നെ പിതാവിനോട് യാത്ര ചോദിച്ച് തിരിച്ചു പോകുമ്പോൾ സമയത്ത് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് മൊത്തം ഭയങ്കര വിഷമമാണ്. ഞങ്ങൾ ഭഗവതി പോകുമ്പം അവിടെയുള്ള ഞങ്ങളെല്ലാം കരയും.
കരഞ്ഞതിന് ശേഷം ഞങ്ങൾ യാത്രയാക്കിയതിന് ശേഷം ഞങ്ങളുടെ കരക്കാർ ഇവിടെ കൊണ്ട് യാത്രയാക്കും. യാത്രയാക്കിയതിന് ശേഷം പിന്നെ ഈ കരക്കാർ അവിടെ ചെന്നതിന് ശേഷമാണ് ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഒരു കരയെന്ന് വേറെ വ്യത്യാസമുണ്ട്. 13 കര ഞങ്ങൾക്കൊരു വ്യത്യാസമുണ്ട്. ഞങ്ങൾക്ക് 3 ദിവസം കുറവാണ്. കാര്യം ഭഗവതി ഞങ്ങളുടെ കരയിലായതിൻ്റെ പേരിൽ ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ചെയ്യാൻ ഞങ്ങൾക്ക് 3 ദിവസം കുറവാണ്. എന്നാലും ഞങ്ങളുടെ അവിടെയുള്ള കുട്ടികൾ മറ്റെല്ലാവരും ഇതിൽ കെട്ടുന്നതിന് പിന്നെ നാളെ അറിയാവുന്നവരായതിൻ്റെ പേരിൽ ഞങ്ങൾ വളരെ നിശ്ചിത ദിവസം കൊണ്ട് ഞങ്ങൾക്ക് 6 ദിവസം എടുത്തുള്ളൂ. ഈ പ്രാവശ്യം 5 ദിവസം ഇല്ലയോ, 5 ദിവസം എടുത്തുള്ളൂ. പക്ഷേ 5 ദിവസം കൊണ്ട് ഞങ്ങളത് കെട്ടി വൃത്തിയാക്കി ഈ സമയത്ത് ഭഗവതിയുടെ മുമ്പിൽ കൊണ്ട് സമർപ്പിക്കാൻ ഒരു ഭാഗ്യം ഞാൻ കൊണ്ടാടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവതിയുടെ പിതൃസാന്നിധ്യമാണ് മഹാദേവൻ. ആ ഒരു കാര്യം അത് തന്നെയല്ല, ഈ പ്രദേശം 13 കരയിലും കന്നയിൽ മൂലയ്ക്കാണ് ഞങ്ങളുടെ കര കൊണ്ടുവന്നത്. പടിഞ്ഞാറ് തടിയും മലയും തെക്കുവശം തോടും വടക്കുവശം നിർമ്മാണപ്രവർത്തനം. അതുപോലെ തന്നെ വേറെ ഏറ്റവും കൂടുതൽ വയൽ താണ്ടി വരുന്ന ഞങ്ങളുടെ കര സംഭവം റോഡില്ല ഞങ്ങൾക്ക്. വയലിൽ കൂടെ രണ്ടാമത്തെ കരയാണ് വലിയ പിന്നെ ശിവരാത്രിക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഒരു 12:30 ആകുമ്പോൾ യാമപൂജയുണ്ട്. ശിവരാത്രി ഭഗവതി എന്ന് വെച്ചാൽ യാമപൂജയുണ്ട്. അത് തന്ത്രിയാണ് ചെയ്യുന്നത്. കണ്ണമ്മ ക്ഷേത്രം തന്ത്രിയായിരുന്നു. അപ്പം പിന്നെ അമ്മ വന്ന് യാത്രയൊക്കെ ചോദിച്ചതിന് ശേഷം അച്ഛൻ ആഹാരം കഴിക്കാറ്. അത് എങ്ങനെയാണോ മാതാവ് പിതാവ് മക്കളെ വളർത്തുന്നത് ആ ഒരു ഇതാണ്. അതെ ഞങ്ങളുടെ ഇതാണ് കുത്തിയോട്ടം. ഭഗവതിയുടെ ഏറ്റവും വലിയ ഭരണിയുള്ള വഴിപാടല്ലേ കുത്തിയോട്ടം. ഇന്നിപ്പോ കുത്തിയോട്ടം 16 എണ്ണം ഉണ്ടായിരുന്നു എന്ന് കേട്ടു. എല്ലാ ടീമും ഇതുപോലെ പാടും. ഓരോ കരയിൽ വിവിധ ട്രൂപ്പുകളുണ്ട്. കുത്തിയോട്ടം രാവിലെ ഒരു ട്രൂപ്പുകളുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ ഇതിൻ്റെ ചടങ്ങ്. ഇനി ഞങ്ങൾക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മാർച്ച് 3-ാമത്തെ ഉത്സവം തുടങ്ങും. അത് കരയുടെ സ്ഥാനത്തിൽ കീഴടക്ക് കൈതടക്ക് അങ്ങനെ ഉത്സവമുണ്ട്. വലിയ ഉത്സവമുണ്ട്. അത് ഞങ്ങളുടെ വലിയ ഉത്സവമാണ്. ഞങ്ങൾക്ക് ഓണമല്ല വലുത്. ഓണം ആഘോഷിക്കും, എന്നാൽ ഞങ്ങൾക്ക് ഭരണിയാണ്. അപ്പോൾ അതുപോലെ ഉത്സവമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. എന്തോ കേരളത്തിലെ ഏറ്റവും ഫേമസ് ഉത്സവം. ഫേമസ് ഉത്സവം യുനെസ്കോയുടെ അംഗീകാരം കിട്ടിയതല്ലേ? യുനെസ്കോയുടെ യുനെസ്കോയുടെ അംഗീകാരം ഉണ്ടായിരുന്നു. അങ്ങനെ അതാണ് ഞങ്ങളുടെ കുംഭപ്രണിയായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. സന്തോഷം ചേട്ടാ. താങ്ക് യു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചട്ടികുളങ്ങര കുംഭഭരണി ആഘോഷം വീക്ഷിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും നമുക്ക് അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു. ആ